രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. രുദ്രൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ലക്ഷ്മിയമ്മയും പത്മാവതിയുമൊക്കെ വിഷമിച്ചിരിപ്പുണ്ട്. എന്നാലും എൻ്റെ മോനെ, ഈ വയ്യാത്ത കയ്യും വെച്ച് നീ പോയാൽ ശരിയാവോടാ? പത്മാവതിയമ്മ രുദ്രനെ നോക്കി ചോദിച്ചു. അമ്മമ്മേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോകാനായി ഞാൻ എല്ലാം പ്ലാൻ ചെയ്തതാ. അപ്പോഴാണ് അപ്രതീക്ഷിതമായി എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. പിന്നീട് ഞാൻ ആ യാത്ര മാറ്റിവെച്ചതാണ്. ഇനി ഒരുപാട് നീട്ടാൻ വയ്യ. അത്യാവശ്യം 1-2 മീറ്റിങ്ങുകളുണ്ട്. പോയാലും പെട്ടെന്ന് ഞാൻ മടങ്ങി വരും. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ശനിയാഴ്ചയോടുകൂടി എത്തും. അമ്മൂമ്മ എന്തായാലും ഇവിടെ കാണില്ലേ? ഇനി ഓണം കഴിഞ്ഞല്ലേ മടങ്ങൂ? ഞാൻ ഓണം കഴിഞ്ഞിട്ടേ മടങ്ങിപ്പോകൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇനി അതിൽ മാറ്റം വരുമോ എന്നൊന്നും എനിക്കറിയില്ല മോനെ. മാമനിപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അമ്മമ്മ എന്തിനാണ് ഇനി മാമൻ്റെ കൂടെ പോകുന്നത്? ഇവിടെ നിന്നാ പോരെ? എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടാവൂല്ലോ. നിന്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട് നീ കൊണ്ടുവന്നതല്ലേ ഈ കുട്ടിയെ. ഇനി എന്തിനാ എൻ്റെ കൂട്ട്? അവർ രുദ്രനെ നോക്കി ചിരിച്ചു. ഞാനും കൂടി വരാം മോനെ. നീ ഒറ്റയ്ക്ക് പോകണ്ട. അല്ലെങ്കിൽ ദക്ഷമോളെ കൂടി കൊണ്ടുപോ. ലക്ഷ്മിയാണ്. അമ്മേ, ഞാനതിന് ടൂറ് പോകുന്നതല്ല. കുറച്ച് അത്യാവശ്യം പാർട്ടികളെ എനിക്ക് കാണണം. അതിനുവേണ്ടിയാണ് പോകുന്നത്. എനിക്കറിയാം മോനെ, നീ ഈ വയ്യാത്ത കയ്യും വെച്ച് എങ്ങനെയാണ്. മോളെ ദക്ഷ, നിനക്ക് ലീവ് കിട്ടുമോ? എങ്ങനെയെങ്കിലും നീ കൂടി പോ. അതൊന്നും നടക്കില്ലമ്മേ. ഒറ്റയ്ക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയാലേ ശരിയാവൂ. വെറുതെ അമ്മ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് വാശി പിടിക്കരുത്. രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞതും ലക്ഷ്മി പിന്നീട് ഒന്നും സംസാരിച്ചില്ല. ദക്ഷയും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. നീ വരുന്നില്ലേ ദക്ഷ? രുദ്രൻ ചോദിച്ചതും യാത്ര പറഞ്ഞുകൊണ്ട് ദക്ഷ പിന്നാലെ ഇറങ്ങിച്ചെന്നു. അവധി ചോദിച്ചു നോക്കണോ? ദക്ഷ കാറിലേക്ക് കയറും മുന്നേ രുദ്രനോട് ചോദിച്ചു. ഞാൻ മലയാളത്തിലല്ലേ അമ്മയോട് സംസാരിച്ചത്? നീ കേട്ടില്ലേ? അവൻ ഗൗരവത്തിൽ പറഞ്ഞു. പിന്നീട് ദക്ഷ ഒരക്ഷരം പോലും ഉരിയാടാതെ വണ്ടിയിൽ കയറി. ഹൈദരാബാദ് യാത്രയെക്കുറിച്ച് രുദ്രൻ രാജേട്ടനോട് സംസാരിക്കുന്നുണ്ട്. ഫ്ലൈറ്റിലാണ് പോകുന്നതെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി. ഇടയ്ക്ക് രാജേട്ടൻ ഒരു ഷോപ്പിൽ കയറി. എന്തോ രുദ്രൻ പറഞ്ഞിട്ട് വാങ്ങിക്കുവാനായി. അയാൾ കാറിൽ നിന്ന് ഇറങ്ങി പോയതും ദക്ഷ രുദ്രനെ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു. രുദ്രേട്ടാ, ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ പൊയ്ക്കോട്ടെ? വേണ്ട, ഓണത്തിൻ്റെ അവധി വരുമ്പോൾ പൊയ്ക്കോളൂ. അവൾ തലകുലുക്കി. ചീത്ത പറയുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ ഓണാവധിക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ദക്ഷയ്ക്ക് സന്തോഷമായി. രുദ്രൻ പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടെടുത്ത് ദക്ഷയുടെ കയ്യിൽ കൊടുത്തു. കാശൊന്നും വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. അവൾ അത് വാങ്ങാൻ വിസമ്മതിച്ചു. പിടിക്കടി, അവൻ ഉറക്കെ പറഞ്ഞപ്പോൾ അവൾ ആ കാശ് വാങ്ങിച്ചു പോയിരുന്നു. അടുത്ത ദിവസം അമ്മയോടൊപ്പം ഷോപ്പിങ്ങിന് പോകില്ലേ? ഉണ്ട്. ആ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിച്ചോളൂ. കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് കരുതി മേടിക്കാതിരിക്കണ്ട. എന്താ? നിനക്കെന്തെങ്കിലും ഡ്രസ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നീ മേടിച്ചോളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി. എൻ്റെ സാലറി കിട്ടുമ്പോൾ ഈ കാശ് മടക്കിത്തരാം. ദക്ഷ പറഞ്ഞുവെങ്കിലും രുദ്രൻ അതിന് മറുപടിയൊന്നും ഉരിയാടിയില്ല. അപ്പോഴേക്കും രാജേട്ടനെത്തി. സ്കൂളിലേക്ക് പിന്നീട് അധികം ദൂരമില്ലായിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയതും ദക്ഷ രുദ്രൻ്റെ അടുത്തേക്ക് വന്നു. സാധാരണയായി അവൾ നേരെ സ്കൂളിൻ്റെ ഗേറ്റിനടുത്തേക്ക് കയറി പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി അവൾ മുൻപോട്ട് വന്നതും രുദ്രൻ അവളെ നോക്കി. സൂക്ഷിച്ചു പോയിട്ട് വരണേ, കൈ ശ്രദ്ധിച്ചോണം. രുദ്രൻ്റെ ഇടം കൈയിൽ പിടിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. രുദ്രൻ പറഞ്ഞതും അവൾ തലകുലുക്കി. എന്നിട്ട് രുദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് സ്കൂളിലേക്ക് കയറിപ്പോയി. പോകുമ്പോഴേക്കും 2 തവണ അവൾ തിരിഞ്ഞു നോക്കുന്നത് രുദ്രൻ കണ്ടിരുന്നു. മോനെ, വയ്യാതെ പോയാൽ എങ്ങനാ? പോണം രാജേട്ടാ. എൻ്റെ ഈ കോൺട്രാക്റ്റ് അട്ടിമറിക്കുവാനാണ് ഈ ആക്സിഡൻറ്റ് പോലും അവൻ ചിത്രീകരിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ വാശിയാണ്. മോനെ, രാജേന്ദ്രനും അവൻ്റെ പിള്ളേരും ചെറ്റകളാണ്. മോനതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ യാത്ര ഒഴിവാക്കണമെന്നാണ് രാജേട്ടൻ പറയുന്നത്. രാജേട്ടൻ പേടിക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞതായി ഒരിക്കലും മറ്റാരും അറിയരുത്. ഞാൻ ഹൈദരാബാദ് പോയിട്ട് മടങ്ങി വരുന്നതുവരെ വീട്ടിൽ കാണണം. നമ്മുടെ സെക്യൂരിറ്റീസ് ആരും അറിയണ്ട ഈ യാത്ര. ഇല്ല മോനെ, നിനക്കെന്നെ വിശ്വസിക്കാം. ഒരിക്കലും രാജേട്ടൻ ഇത് ആരോടും പറയില്ല. ഈ ആക്സിഡൻറ്റ്
എനിക്കന്നേ സംശയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം മോനെ ഒരു ആപത്തും കൂടാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഉം, എത്ര തിരക്കുണ്ടെങ്കിലും ദക്ഷയെ ഒറ്റയ്ക്ക് വിടാൻ ഇടവരരുത്. നേരത്തെ ഇവിടെ എത്തണം കേട്ടോ. ഓ മോനെ, ഉറപ്പ്, ഞാൻ എത്തും. 3 മണിക്കാണ് രുദ്രൻ്റെ ഫ്ലൈറ്റ്. ദക്ഷയെ സ്കൂളിലാക്കിയ ശേഷം വീട്ടിലെത്തിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ രാജേട്ടനെ കൂട്ടി എയർപോർട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങും മുന്നേ ലക്ഷ്മിയമ്മ ഒരു തട്ടത്തിൽ കർപ്പൂരമെടുത്ത് ആരതി ഒഴിഞ്ഞ് അവനെ അനുഗ്രഹിച്ചാണ് യാത്രയാക്കിയത്. ഒപ്പം ഒരു പിടി വെള്ളി നാണയങ്ങൾ എടുത്ത് അവൻ്റെ ദേഹമാസകലം ഒഴിഞ്ഞ് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചു. രുദ്രൻ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി ദക്ഷ ഫോണെടുത്ത് ലക്ഷ്മിയെ വിളിച്ച് വിവരം തിരക്കി. പോയെന്നറിഞ്ഞതും ദക്ഷയ്ക്ക് സങ്കടാകും. ഫോണിൽ കുറച്ചു നേരം നോക്കിയിരുന്നു. പെട്ടെന്ന് വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. ഞാൻ ഫ്ലൈറ്റിൽ കയറി. അപ്പോഴാണ് അത് രുദ്രൻ്റെ മെസ്സേജാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾക്ക് അവൻ്റെ നമ്പർ പോലും അറിയില്ലായിരുന്നു. സൂക്ഷിച്ചു പോയിട്ട് വരണേ, ഞാൻ കാത്തിരിക്കും. അവൾ റിപ്ലൈയും കൊടുത്തു. അതിന് അവൻ മറുപടിയൊന്നും അയച്ചില്ല. താൻ ഏട്ടന് മെസ്സേജ് അയച്ചത് ആള് കണ്ടു എന്നുള്ളത് ദക്ഷയ്ക്ക് മനസ്സിലായി. അവിടെ എത്തിയിട്ട് വിളിക്കണമെന്ന് അവൾ ഒന്നുകൂടി അയച്ചു. അതിനും മറുപടി വന്നില്ല. ചെറിയ സങ്കടം തോന്നിയെങ്കിലും ദക്ഷ ഫോൺ ബാഗിലേക്ക് വെച്ചിട്ട് അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്ലാസ്സിലേക്ക് പോയി. സ്കൂൾ വിട്ട ശേഷം ദക്ഷ പുറത്തേക്ക് വന്നപ്പോൾ രാജേട്ടൻ അവളെ കാത്തു നിന്നു. അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദക്ഷ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. രാജേട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? 10 മിനിറ്റ് മുന്നേ വന്നു നിൽക്കണമെന്ന് രുദ്രൻകുഞ്ഞ് പറഞ്ഞ് ഏൽപ്പിച്ചു മോളെ. അതുകൊണ്ട് ഞാൻ നേരത്തെ എത്തി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് രാജൻ പറഞ്ഞു. ദക്ഷ കാറിലേക്ക് കയറിയതും രുദ്രൻ്റെ ഫോൺ കോൾ വന്നു. ഹലോ രുദ്രേട്ടാ. ആ, രാജേട്ടൻ വന്നോ? ഊവ്, ഞാൻ വണ്ടി കയറി. ഏട്ടൻ ഇവിടെ എത്തി. അവൾ ചോദിച്ചതിൻ്റെ മറുപടി പറയും മുന്നേ രുദ്രൻ ഫോൺ കട്ട് ചെയ്തു. എന്തൊരു കൂതറ സ്വഭാവമാണ്. ഇങ്ങനെ സഹിക്കുന്ന എനിക്ക് അവാർഡ് തരണം, അവൾ മനസ്സിലോർത്തു. രാജേട്ടനോട് ഓരോരോ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ദക്ഷ വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് പതിവ് പോലെ ലക്ഷ്മിയമ്മയുണ്ട്. ലക്ഷ്മിയമ്മ ഉണ്ടായിരുന്നില്ല. പകരം വേറെ ആരോ 2 പേര്. ദക്ഷ അവരെ ആദ്യമായി കാണുകയാണ്. ഇതാരാ രാജേട്ടാ? അവൾ പതിയെ ചോദിച്ചു. മേനോൻ സാറിൻ്റെ ഇളയ അനിയൻ, ഷാജി എന്നാണ് പേര്. ഭാര്യ സുനന്ദ. അവൾ ഒന്ന് മൂളി. മോള് പേടിക്കൊന്നും വേണ്ട, ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. അയാൾ പറഞ്ഞതും ദക്ഷയ്ക്ക് ശ്വാസം നേരെ വീണു. പെട്ടെന്ന് ലക്ഷ്മിയമ്മ മുൻപൊരിക്കൽ തന്നോട് ഇവരെക്കുറിച്ച് പറഞ്ഞതും അവൾ ഓർത്തു. ദക്ഷ കാറിൽ നിന്നിറങ്ങിയപ്പോൾ സുനന്ദ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. അറിയോ? ഇല്ലായിരിക്കും അല്ലേ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നേ. സുനന്ദ പറഞ്ഞതും ദക്ഷ തലകുലുക്കി. രുദ്രൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയാണ് കേട്ടോ. ഞങ്ങൾ അധ്യാപകരായിരുന്നു, റിട്ടയർ ചെയ്തു. ഒരു മോളുണ്ട്, അവൾ കോഴിക്കോട്ട് വർക്ക് ചെയ്യുന്നു. ബാക്കിയൊക്കെ ദക്ഷ ചായ കുടിച്ച ശേഷം നമുക്ക് സംസാരിക്കാം, അല്ലേ സുനന്ദ? ഷാജി പറഞ്ഞതും സുനന്ദ ചിരിയോടെ തലകുലുക്കി. ദക്ഷയ്ക്കും അവരെയും ആ ഒരു സംസാരത്തിലൂടെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതേ സ്ഥാനം തന്നെയാണ് ഇവിടെ വരുന്ന വല്യച്ഛനും വല്യമ്മയ്ക്കും. അവരച്ഛൻ്റെ ചേട്ടനും ഭാര്യയാണെന്ന് വ്യത്യാസം മാത്രം. എന്നാലും ആ സ്ത്രീക്ക് തന്നെ കാണുമ്പോൾ എന്തൊരു ദേഷ്യമാണെന്ന് അവൾ ഓർത്തു. മോളെ, ലക്ഷ്മിയമ്മയുടെ ശബ്ദം കേട്ട് ദക്ഷ അകത്തേക്ക് നോക്കി. ഇവരെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ഊവ്, അമ്മ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ ചേച്ചി, ദക്ഷ വന്നതല്ലേ ഉള്ളൂ. ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഷാജി പറഞ്ഞതും ലക്ഷ്മി അത് ശരിവെച്ചു. അവർ മൂവരും കൂടി അകത്തേക്ക് പോയി. ഷാജി ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് സിറ്റൗട്ടിലും വരുന്നു. താൻ കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ദക്ഷ മുകളിലേക്ക് കയറിപ്പോയി. സുനന്ദ ചെറിയമ്മയോട് അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എങ്കിലും അവർ വളരെ നല്ലൊരു സ്ത്രീയാണെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി. ഫോണെടുത്ത് പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ച് സംസാരിച്ചു. തലേദിവസം ഈ നിമിഷം എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് അവളും അമ്മയും പങ്കുവെച്ചു. അച്ഛൻ എവിടെയെന്ന് ദക്ഷ അമ്മയോട് ചോദിച്ചു. ഉമ്മറത്തുണ്ട്. അമ്മയോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഇല്ല. അപ്പച്ചി എവിടെ? ജാനകി വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു. അവളിപ്പോൾ വലിയ നിലയിലായില്ലേ. ഉടനെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. ദക്ഷ മൂളി. അവിടെ എല്ലാവരും എന്തു പറയുന്നു മോളെ?
രുദ്രേട്ടൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയും വന്നിട്ടുണ്ട്. അവർ കോഴിക്കോടാണ് താമസം. എല്ലാവരും സംസാരിച്ച് താഴെ ഇരിക്കുന്നു. പിന്നെ രുദ്രേട്ടൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ? ഉവ്. രുദ്രൻ വിളിച്ചോ മോളെ? വിളിച്ചു. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ച് സംസാരിച്ചു. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി മോളെ. ലേഖ ഫോൺ കട്ട് ചെയ്തതും ദക്ഷ അതെടുത്ത് ബാഗിൽ വെച്ചിട്ട് കുളിക്കാൻ പോയി. പെട്ടെന്ന് തന്നെ കുളിച്ച് വേഷം മാറ്റി താഴേക്ക് വരികയും ചെയ്തു. എല്ലാവർക്കും ചായയും പലഹാരങ്ങളുമൊക്കെ ലക്ഷ്മി ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്നും സുനന്ദ ചെറിയമ്മ വാങ്ങിക്കൊണ്ടുവന്ന പലഹാരങ്ങളാണ്. അവിടുത്തെ പ്രധാനപ്പെട്ടവയൊക്കെ ഉണ്ട്. കോഴിക്കോടൻ ഹൽവ രുദ്രൻ്റെ പ്രിയപ്പെട്ടതാണ്. അതെടുത്ത് വെച്ച ശേഷം ചെറിയച്ചൻ രുദ്രനെ ഫോണിൽ വിളിച്ചു. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ എത്തിയിട്ട് വിളിക്കാമെന്നും രുദ്രൻ അയാളോട് മറുപടി കൊടുത്തു. ദക്ഷയോടും അവളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നാണ് ഷാജി ചായ കുടിച്ചത്. അവരുടെ ഒപ്പം ഇരിക്കാൻ ദക്ഷയ്ക്ക് സത്യത്തിൽ മടിയുണ്ടായിരുന്നു. എന്നാൽ സുനന്ദ നിർബന്ധിച്ച് ദക്ഷയെ അവരുടെ ഒപ്പം പിടിച്ചിരുത്തി. അമ്മമ്മയുടെ ഉറക്കാണോ? ദക്ഷ ലക്ഷ്മിയെ നോക്കി. ഓവ്. ഇന്ന് കുഴമ്പും തൈലമൊക്കെ തേച്ച് കുളിച്ചു കഴിഞ്ഞപ്പോൾ 3:30 മണി. പിന്നീട് സുഖമായിട്ട് ഉറങ്ങാൻ കയറി. ഇവർ വന്നതുപോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ സുനന്ദ അത് തടഞ്ഞതാണ് കേട്ടോ. വെറുതെ എന്തിനാ എഴുതി അമ്മയെ വിളിച്ചുണർത്തുന്നത്? പ്രായമായ ആളല്ലേ. ഉറക്കവും ഭക്ഷണവും ഒക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ള സമയമാണ്. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് ദക്ഷയ്ക്കൊരു കാര്യം മനസ്സിലായത്. ഇവരുടെ ഒരേയൊരു മകളായ പാർവതി ഡോക്ടറാണ്. ആ കുട്ടിയെ വിവാഹം ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പയ്യൻ ഈ നാട്ടുകാരനാണ്. അയാളും ഡോക്ടർ തന്നെ. ചെറുക്കൻ്റെ വീട്ടിൽ പോകാനും വിവാഹ നിശ്ചയം തീരുമാനിക്കാനും ഒക്കെയാണ് അവരുടെ വരവ്. ഇതിനോടിടയ്ക്ക് പാർവതിയുടെ ഫോട്ടോ ദക്ഷയെ സുനന്ദ കാണിച്ചു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് പാർവതി. ആ സമയത്താണ് രുദ്രൻ്റെ വീഡിയോ കോൾ ഷാജിയുടെ ഫോണിലേക്ക് വന്നത്. രുദ്രനാണെന്ന് പറഞ്ഞ് അയാൾ കോൾ കണക്ട് ചെയ്തു. ഹലോ രുദ്രൻ സാർ, ഞങ്ങൾ സർപ്രൈസായിട്ട് ഇവിടെ വന്നപ്പോൾ സാറ് മുങ്ങിയല്ലേ? ഷാജി ഉറക്കെ ചിരിയോടെ രുദ്രനോട് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതാണ് ചെറിയച്ഛ. 2 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തും. ചെറിയച്ഛൻ എന്തായാലും ഓണം കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ. എൻ്റെ മോനെ ഒന്നും പറയാൻ പറ്റത്തില്ലടാ. പാർവതി അവിടെ ഒറ്റയ്ക്കാണ്. പിന്നെ ഞങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് പയ്യൻ്റെ വീട്ടിൽ പോകാം. അത് മതി മോനെ. നീ ഇപ്പോൾ റൂമിലെത്തിയല്ലേ? എത്തി. എയർപോർട്ടിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഓ അത് ശരി. റിട്ടേൺ എടുത്തിരുന്നോ മോനെ? ഇല്ല. അഥവാ നാളെ മീറ്റിംഗ് കഴിയുവാണെങ്കിൽ നാളെ തന്നെ ഇവിടുന്ന് തിരിക്കാം. അതുകൊണ്ട് റിട്ടേൺ എടുത്തിട്ടില്ല. അതേതായാലും നന്നായി. മോൻ സാഹചര്യം പോലെ ചെയ്യ. എവിടെ ചെറിയമ്മ? ദാ എല്ലാവരും ഇവിടെ ഉണ്ട്. പറഞ്ഞുകൊണ്ട് അയാൾ സുനന്ദയുടെ നേർക്ക് ഫോൺ കൊടുത്തു. മോനെ രുദ്ര. ആ ചെറിയമ്മേ, സുഖമല്ലേ? സുഖം മോനെ. നീ അവിടെ എത്തിയല്ലേ? എത്തി. വന്ന് കയറിയിട്ട് 5 മിനിറ്റ്. ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരിക്കും അല്ലേ? കൈക്കെങ്ങനെയുണ്ട് മോനെ? ദാ ഇങ്ങനെ ഇരിക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് തൻ്റെ വലത് കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് സുനന്ദയെ കാണിച്ചു കൊടുത്തു. ഷോ കഷ്ടം. വേദനയൊക്കെ ഉണ്ടോ മോനെ? ഇപ്പം യാതൊരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെയാണ്, അവൻ പറഞ്ഞു. എങ്കിൽ ചായ കുടിക്ക്, ഞാൻ ഫോൺ വിളിക്കാം. അവൻ സുനന്ദയോട് പറയുകയും വെക്കല്ലേ, എൻ്റെ അടുത്തൊരാളുണ്ടെന്ന് പറഞ്ഞ് അവർ ദക്ഷയെ ഫോണിലൂടെ അവന് കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് രുദ്രനെ മുൻപിൽ കണ്ടതും ദക്ഷ ഒന്നും അല്ലാതായി. തുടരും. കഴിഞ്ഞ പാർട്ടിൽ റിവ്യൂ തന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി. നിങ്ങളുടെയൊക്കെ ആ വിലയേറിയ റിവ്യൂ ആണ് എൻ്റെ കഥയെ വളരുവാൻ ഏറെ സഹായിക്കുന്നത്. തുടർന്നും സപ്പോർട്ട് ചെയ്യണേ. സ്വന്തം മിത്രവിന്ദ.